അവസാനമായി ഇന്ത്യ ടെസ്റ്റ് മത്സരം കളിച്ച ഓവലിൽ നിന്ന് ഏകദേശം 6853 കിലോമീറ്ററുകൾ അകലെ അഹമ്മദാബാദിൽ വെസ്റ്റ് ഇൻഡീസിനെ നേരിടാനൊരുങ്ങുകയാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പോരാട്ടത്തിന് മുമ്പ് ഇന്ത്യക്ക് ചെറിയൊരു ആശങ്ക സൃഷ്ടിച്ച് സ്പിന്നറും ഓൾറൗണ്ടറുമായ വാഷിംഗ്ടൺ സുന്ദറിന് പരിക്കേറ്റതായാണ് സൂചന. പരിക്ക് കാരണം സുന്ദറിന് ക്യാച്ചിംഗ് ഡ്രില്ലുകളിൽ കാര്യമായി പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ടീം അംഗങ്ങളും മാനേജ്മെന്റും സുന്ദറിന്റെ പരിക്ക് ശ്രദ്ധയോടെ നിരീക്ഷിച്ചു. ശുഭ്മാൻ ഗിൽ, രവീന്ദ്ര ജഡേജ, മുഹമ്മദ് സിറാജ്, നിതീഷ് കുമാർ റെഡ്ഡി തുടങ്ങിയ താരങ്ങളെല്ലാം സുന്ദറിനടുത്തെത്തി. എന്നാൽ പരിക്ക് അത്ര ഗൗരവമുള്ളതല്ല എന്നാണ് സൂചന. ബോളിംഗ് സെഷനുകൾ സുന്ദർ പൂർത്തിയാക്കിയതായി തന്നെയാണ് റിപ്പോർട്ട്. എങ്കിലും പന്തെറിയുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് താരം നേരിടേണ്ടി വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് കൂടുതൽ ഓപ്ഷനുകൾ ഉള്ളതിനാൽ സുന്ദർ കളിച്ചില്ലെങ്കിലും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ ന്യൂസിലാൻഡ് ഇന്ത്യയിൽ പര്യടനം നടത്തിയത് മുതൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഇന്ത്യൻ ടീമിൽ നിർണായക താരമായി സുന്ദർ മാറിയിരുന്നു. ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും ഇന്ത്യൻ ടീമിനായി അദ്ദേഹം മികച്ച സംഭാവനകൾ നൽകി. അതേസമയം പരിശീലന സെഷനിൽ മറ്റ് താരങ്ങളെല്ലാം തീവ്രമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയത്. മുഹമ്മദ് സിറാജും പ്രസിദ്ധ് കൃഷ്ണയും ചേർന്ന് നടത്തിയ 45 മിനിറ്റ് ബോളിംഗ് സ്പെൽ മറ്റു താരങ്ങൾക്കും ആവേശമായി മാറി. സിറാജ് മികച്ച ഫോമിലായിരുന്നു. KL രാഹുൽ, യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ എന്നിവരെ പരിശീലന സെഷനിൽ തന്റെ കൃത്യതയാർന്ന പന്തുകൾ കൊണ്ട് സിറാജ് ബുദ്ധിമുട്ടിച്ചു. പരിശീലന സെഷനിലും സിറാജ് തന്റെ ട്രേഡ് മാർക്ക് ആഘോഷങ്ങൾ നടത്തി. ശുഭ്മാൻ ഗിൽ പരിശീലന സെഷനിൽ അല്പം താളം തെറ്റിയ രീതിയിലാണ് ബാറ്റ് ചെയ്തത്. ഗില്ല് ബാറ്റ് ചെയ്യുമ്പോൾ പന്തുകൾ ഇടയ്ക്കിടെ എഡ്ജ് ചെയ്യുകയോ ബീറ്റൺ ആവുകയോ ചെയ്യുന്നുണ്ടായിരുന്നു. സ്വന്തം നാട്ടിൽ ക്യാപ്റ്റനായി ഗില്ലിന്റെ ആദ്യ ടെസ്റ്റ് പരമ്പരയാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെ നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശീലന സെഷനിൽ നിരാശപ്പെടുത്തിയെങ്കിലും ടെസ്റ്റ് മത്സരങ്ങളിൽ ഗില്ല് ശക്തമായി തിരിച്ചു വരുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഏഷ്യാകപ്പ് കിരീടം നേടിയതിനു ശേഷം ദുബായിൽ നിന്ന് തിരിച്ചെത്തിയ പ്രധാന താരങ്ങൾ ഓപ്ഷണൽ നെറ്റ് സെഷൻ ഒഴിവാക്കി. ജസ്പ്രീത് ബുംറ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ് എന്നിവരാണ് നെറ്റ് സെഷനിൽ പങ്കെടുക്കാതിരുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 3:30 ഹോട്ടലുകളിൽ ചെക്ക് ഇൻ ചെയ്ത ഇവർക്ക് വിശ്രമത്തിനുള്ള സമയം ആവശ്യമായിരുന്നു. ഇന്ത്യൻ ടീമിന്റെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിംഗ് പരിശീലകൻ അഡ്രിയാൻ ലെ റൂക്സ് പരിശീലന സെഷനിൽ സജീവമായി പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ താരങ്ങളെല്ലാം കഠിനമായ ഫിറ്റ്നസ് ഡ്രില്ലുകളിൽ പങ്കെടുത്തു. 2002 മുതൽ 2003 വരെ ഇന്ത്യയുടെ കോച്ചായിരുന്ന റൂക്സ് സോഹൻ ദേശായിക്ക് പകരക്കാരനായി ഈ ജൂണിലാണ് വീണ്ടും ചുമതലയേറ്റത്. അദ്ദേഹം താരങ്ങളെ തീവ്രമായ സ്പ്രിന്റുകൾക്കും സ്ട്രെച്ചിങ്ങിനും വിധേയമാക്കി. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പോയിന്റ് ഉയർത്താനുള്ള ഇന്ത്യയുടെ മികച്ച അവസരമാണ് ഈ ടെസ്റ്റ് പരമ്പര. വാഷിംഗ്ടൺ സുന്ദറിന്റെ പരിക്ക് മാത്രമാണ് ഇന്ത്യക്ക് ചെറിയൊരു ആശങ്കയായി നിലനിൽക്കുന്നത്. സ്പിന്നർമാരുടെ കാര്യത്തിൽ വിവിധ ഓപ്ഷനുകൾ ഉണ്ടെങ്കിലും ലോവർ മിഡിൽ ഓർഡറിൽ കിടിലൻ സംഭാവനകൾ നൽകുന്ന സുന്ദർ കളിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നല്ലതാണ്. മത്സരത്തിന് മുമ്പ് സുന്ദർ പൂർണ്ണമായി ഫിറ്റ്നസ് വീണ്ടെടുക്കുമോ എന്ന കാര്യം കണ്ടറിയണം. വെസ്റ്റ് ഇൻഡീസിനെതിരെ 2 ടെസ്റ്റ് മത്സരങ്ങളാണ് ഇന്ത്യ കളിക്കുന്നത്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, അശ്വിൻ എന്നിവർ വിശ്രമിച്ചതിന് ശേഷം ഇന്ത്യ കളിക്കുന്ന 2ാമത്തെ ടെസ്റ്റ് പരമ്പരയാണിത്. ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിൽ ഇംഗ്ലണ്ട് പര്യടനം നടത്തിയ ഇന്ത്യൻ ടീം മികച്ച പ്രകടനം നടത്തിയിരുന്നു. അവസാനമായി ന്യൂസിലാൻഡിനെതിരെയാണ് ഇന്ത്യ ഹോം ടെസ്റ്റ് പരമ്പര കളിച്ചത്. ഈ പരമ്പരയിലെ 3 മത്സരങ്ങളും ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു. സ്വന്തം നാട്ടിൽ പുതിയ നായകന് കീഴിൽ ഇന്ത്യ വിജയവഴിയിൽ തിരിച്ചെത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ.